ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് പിന്നെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ക്യാമറ പിടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ പേരൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഞങ്ങളൊന്ന് യൂസാക്കി നോക്കിയിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥയെന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാൻ യൂസാക്കി ഒരു ടൈം ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ആ സംഭവം കാണിക്കുക. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയത് പർപ്പിളിൽ നിന്നാണ്. അപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഫ്ലാക്സി സീഡ് ജെല്ലാണിത്. അപ്പോൾ ഇത് യൂസാക്കി നോക്കിയിട്ട് നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 7 ഡേയ്സ് ചലഞ്ച് അങ്ങനെ തോന്നുന്നു. 7 ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോരുത്തർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ചോ കുറച്ച് റഫായിട്ടുള്ള ഹെയർ ആണ് സുധിര. ഭയങ്കര കൃത്യമായിട്ട് എൻ്റെ ഹെയർ കിടക്കുന്നത്. ഹെയറിൻ്റെ അവസ്ഥ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അത് ഇത് വെച്ചിട്ട് വാഷ് ചെയ്താൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിത് ഞാൻ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ഫ്രിസ്സിയാണ് എൻ്റെ ഹെയർ. ഇപ്പം കുറച്ച് ഓയിലൊക്കെ ഒരു ദിവസമൊക്കെ ഇട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ഓയിൽ യൂസ് ചെയ്യും. എൻ്റെ പിന്നെ നമ്മളുടെ ഹെയർ സീറോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഭയങ്കര ഫ്രിസ്സിയാണ് എൻ്റെ ഹെയർ. അപ്പോൾ എന്തായാലും ഞാനിത് വെച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട്. ഇതാ കണ്ടോ, ഇതിൻ്റെ ഇത് ഞാൻ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടോ, നമ്മളിത് ഇങ്ങനെ കയ്യിലെടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കത് സ്മെല്ലുണ്ടാവും. സ്മെല്ലങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഹെയറിലിങ്ങനെ വീഴുന്നുണ്ട്. നോക്കട്ടെ. കാണുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കും. സ്കാൽപ്പിൽ എപ്പോഴായിട്ട് നല്ല തണുപ്പുണ്ടടി. ആണല്ലേ, നല്ല തണുപ്പുണ്ട്. പനി പിടിച്ചിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണി നോക്കിയിടും. പനി അംഗനവാടി പോയെന്താ കത്തു? ഞാൻ പോകത്തില്ല. എന്താ പോവാത്താ? മമ്മി എന്നെ പനി പിടിച്ചിരിക്കുവാന്ന് പറഞ്ഞ ആളാ. കള്ളത്തരം പറഞ്ഞ് അംഗനവാടി പോകാതെ കണ്ണി കളിക്കുന്നു. ഹായ് പറഞ്ഞ എല്ലാവർക്കും തുള്ളോ ഓടെ എത്തുള്ളൂ. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വരെ കാടാക്കി വെച്ച്. കാത്തു എന്ത് ചെയ്യുവാ? അപ്പോൾ അതാ ശ്രീജയൻ്റെ ഹെയർ നന്നായിട്ട് ഇത് ഞാൻ തേച്ചിട്ട് കറക്റ്റായിട്ട് വരുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതാ ഞാൻ ശ്രീജയനെ കൊണ്ട് ചെയ്യിക്കുവാണ്. അപ്പോൾ അവൾ നല്ല രീതിയിൽ അത് മസാജ് ചെയ്ത് എൻ്റെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല എന്നാ പറയാ, നല്ല സുഖമുണ്ട്. അത് തന്നെ ആ ഒരു ഇതാണ് കേട്ടോ. നല്ല ജെല്ലായതുകൊണ്ടേ ഇത് മറ്റേ ഫ്ലാക്സി സീഡ് വാങ്ങിച്ചിട്ട് നമുക്കത് തിളപ്പിച്ച് കുറച്ച് നേരമൊക്കെ എനിക്ക് തോന്നുന്നു തിളപ്പിച്ച് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് മെനക്കിടാൻ കഴിയില്ലാത്തവർക്ക് ഇതിങ്ങനെ വാങ്ങിച്ച് യൂസ് ആക്കുന്നതായിരിക്കും. അതായത് എനിക്കൊരു 300 ml ഉണ്ട് ഇത്. അത് ഒരു 225 രൂപയാകും 300 ml. പിന്നെ ട്രയൽ പാക്ക് ഒരു 90 രൂപയ്ക്ക് എന്തോ 100 ml. അപ്പം ഞാൻ 300 ml വാങ്ങിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഞാൻ ഒരു വട്ടം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനത് യൂസാക്കിയായിരുന്നു ജസ്റ്റ് ഒന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാതെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നല്ലൊരു കൂള്, നല്ല തലയ്ക്ക് നല്ല കൂളിങ് കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ
കിടക്കുന്ന കാണാനായിട്ട്. ഇപ്പോൾ ഇത് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആഫ്റ്റർ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നമുക്ക് ഷാമ്പൂ ഓർ കണ്ടീഷണറോ എന്തെങ്കിലും, ഞാൻ കണ്ടീഷണർ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. എനിക്ക് ഷാമ്പൂ അത്രയ്ക്ക് ഇഷ്ടമില്ല. ആക്ച്വലി ഷാമ്പൂ എനിക്ക് എൻ്റെ തലയ്ക്ക് തലവേദനയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് വാങ്ങിച്ച് യൂസ് ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് മുടിയിൽ ഒരു ഷാമ്പൂ എഫക്റ്റും കിട്ടും, ഷാമ്പൂ പോലെ തന്നെ അത്രയ്ക്ക് ഫ്രിസിനെസ് ഉണ്ടാവുകയില്ല. എന്തായാലും കൊള്ളാട്ടാ, ഇഷ്ടപ്പെട്ടു എനിക്ക്. സക്സസ്ഫുൾ ആയിട്ടാണ് ഞാൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഞാനൊരു പരീക്ഷണ വസ്തുവായിട്ടിരിക്കുന്നു. കണ്ട അതിൻ്റെ ചെടിയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ഭംഗിയായിരുന്നുണ്ടല്ലേ, കാട് പോലെ. കൂടുതലും ഇതിന്റെ കളർ ഭംഗി. അപ്പോൾ നമ്മളിതാ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. കണ്ട നല്ല സ്മൂത്തനിങ് ചെയ്ത പോലെ കിടക്കുന്നല്ലേടി, സോഫ്റ്റ് കണ്ടോ, സ്മൂത്തനിങ് ചെയ്ത ചകിരി കാണിച്ചെടുത്ത് ഞങ്ങൾ ഈ ചകിരി ഞാൻ റെഡിയാക്കി ഹെയർ നോക്കി കണ്ടോ, ചകിരി ചകിരി കളർ കൂടെ ചേർത്തപ്പോ സെറ്റ് ഉണ്ട്. നേരത്തെ കണ്ടപ്പോ ഇതൊക്കെ ചകിരി പോലെ ഇരിക്കുവായിരുന്നു, ഇപ്പൊ നോക്കി നല്ല സോഫ്റ്റ്. കൈ ഇങ്ങനെ ഓടിപ്പോണ്. എന്തായാലും നമുക്ക് യൂസ് ആക്കാൻ പറ്റിയൊരു സംഭവമാണെന്ന് മനസ്സിലായി. വളരെ റിസൾട്ട് ഉണ്ട്. ഇനി ആ ഒരു കുപ്പി ഫുൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഹെയർ എങ്ങനെയാകും, ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിന് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മൾ എല്ലാ വീഡിയോസും ഉണ്ടാവും. കുക്കിംഗ് ഉള്ളപ്പോൾ കുക്കിംഗ് ഉണ്ടാവും, എന്റർടൈൻമെന്റ് ഉണ്ടാവും, ബ്യൂട്ടി ബ്ലോഗ്സ് ഉണ്ടാകും, ട്രാവലിംഗ് ബ്ലോഗ്സ് ഉണ്ടാകും, റിവ്യൂ വ്ലോഗ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാം കൂടെ ഉള്ള ഒരു അവിയൽ ചാനലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.